പല ഗുണങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കണ്ടിട്ട് ചെയ്ത് നോക്കുക. ഈ കാലത്ത് നമുക്ക് ഇതുപോലുള്ള നമ്മളുടെ പേരില, തുളസി, ആര്യവേപ്പ് ഇവയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഇലകളായിട്ട് മാറുന്നുണ്ട്. അത് കാര്യം ഞാൻ പിന്നീട് മുന്നോട്ട് പോകുന്ന ആ ഭാഗങ്ങളിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു തളിര് ഇല, അതുപോലെ തന്നെ ഇളന്ത് ഇല, മൂത്ത് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഇല, അതുപോലെ മൂത്ത ഇല, ഇവയെല്ലാം ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. എല്ലാത്തിനും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ പൂർണ്ണമായിട്ട് കാണുക, എന്നിട്ട് അഭിപ്രായം പറയുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഏതൊരു ഇല എടുത്താലും നല്ല രീതിയിൽ കഴുകണം. അതിൽ ചെറു പ്രാണികളും പുഴുക്കളും ഫംഗസുകളൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഏതൊരു ഇലയും എടുക്കാനായിട്ട് കേട്ടോ. കറിവേപ്പില ആകട്ടെ, എന്ത് ഇലയാണെങ്കിലും. എല്ലാവരും ന്യൂസ് കാണുന്നവരാണല്ലോ. ഇപ്പോൾ കോസ്മെറ്റിക് വസ്തുക്കൾ അമിതമായ മെർക്കുറി കണ്ടെത്തി എന്നുള്ള ന്യൂസ് എല്ലാവരും കണ്ടതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇലകളൊക്കെ കൊണ്ട് നമുക്ക് എന്താണ് പറയുക, 2000-3000 ഒക്കെ കൊടുത്ത് നമ്മൾ ക്രീമുകളൊക്കെ വാങ്ങുന്നില്ലേ, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ എന്താണ് പറയുക, കിളിന്ത് ഇലകളിലെ മുട്ടില, വിടർന്നു വരാത്ത എന്താണ് പറയുക, പല സ്ഥലങ്ങൾ പല രീതിയിലാണ് പറയുന്നത്. അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. വളരെ പൊടിയായിട്ട് കിളിന്ത് ഇല എടുത്തിട്ട് ഇതുപോലെ ചതച്ചിട്ട് അല്പം മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ, നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ പറ്റുന്നത് അതെടുത്തിട്ട്, ചിലവർക്ക് കസ്തൂരി മഞ്ഞളായിരിക്കും, ചിലവർക്ക് ഉണക്ക മഞ്ഞളായിരിക്കും. ഏത് മഞ്ഞളാണെങ്കിലും എടുത്താൽ മതി, വീട്ടിൽ പൊടിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് മുഖക്കുരു വരുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. 2 ദിവസം വെക്കുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ ഉണങ്ങിപ്പോകാനും അവിടെ ഒരു പാട് തന്നെ ഉണ്ടാവില്ല കേട്ടോ. കുരുക്കൾ ഒരു പാട് പോലും ഉണ്ടാവില്ല. അത് നമ്മൾ ഫാനൊന്നും കൊണ്ടൊന്നും ഉണക്കരുത്. നമ്മൾ അത് തനിയെ നല്ല രീതിയിൽ ഉണങ്ങി അടർന്ന് വീഴുന്നത് വരെയും വെക്കുക. എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയാൽ മതി കേട്ടോ. കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട്, നമ്മളുടെ മൂത്ത ഇലകളാണ് എടുത്തേക്കുന്നത്. അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ നീര് നമ്മൾ അരിപ്പയിൽ അരിച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പം സൗന്ദര്യ വസ്തുക്കളിൽ മെർക്കുറിയുടെ അളവ് കൂടുമ്പോൾ നമുക്ക് കാലക്രമേണ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് വളരെ അധികമാണ് കേട്ടോ. നമ്മുടെ നാഡിനരമ്പിന് പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ ബ്രെയിന് പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഈ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പറ്റും കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നമ്മളുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമ്മളുടെ കട്ട തൈരാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മളുടെ പേരയിലയുടെ ചാറ് 3 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ എത്രത്തോളമാണ് അത്രയും എടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി തൈര് പറ്റില്ല എന്നുണ്ടെങ്കിൽ പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഉപയോഗിക്കാവുന്നതാണ്. ഓരോരുത്തരും ഓരോ സ്കിൻ ടൈപ്പാണ്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. ഇത് 100% എഫക്റ്റീവായിട്ടുള്ള 2 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഇത് ഇടുക കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ്. വെറുതെ നമ്മൾ പൈസ കൊടുത്ത് അസുഖങ്ങൾ മേടിച്ച് വയ്ക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ ഇതുപോലെ നല്ല നല്ല ഹോം റെമഡീസ് ചെയ്യുന്നത് കേട്ടോ. ഇത് വളരെ എഫക്റ്റീവാണ്. ഒരു യൂസ് ചെയ്ത് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫാൻ ഇട്ട് ഉണക്കാനൊന്നും നിൽക്കരുത്. അത് നമ്മൾ നല്ല പോലെ തന്നെ ഡ്രൈ ആയി 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം ആദ്യം ഒരു തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഈ ഫേസ് പാക്ക് ഇടുക. എന്നിട്ട് നേരിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാട്ടോ. അതെ, ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ വ്യത്യാസം വന്നേക്കുന്നത് കണ്ടില്ലേ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് 3 കിളിന്ത് നമ്മളുടെ പേരിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മളുടെ 3 വെളുത്തുള്ളിയാണ് കേട്ടോ. 3 അല്ല 2 വെളുത്തുള്ളി. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 3 എടുക്കുക, 2 വെളുത്തുള്ളി എടുക്കുക. എന്നിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിലുണ്ടാവുന്ന ഏതൊരു അസ്വസ്ഥതയും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ദഹന പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിള്, അതുപോലെ തന്നെ നമുക്ക് പുളി
പുളിച്ച് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. ഈ പേരയിലയിൽ വിറ്റാമിൻ സിയും അമിനോ ആസിഡൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. നമ്മളുടെ മുടി കൊഴിച്ചിൽ മാറുവാനും അതുപോലെ സ്കിൻ ടോൺ നന്നാകുവാനും പ്രതിരോധ ശേഷി കൂട്ടുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ്. വളരെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. നമ്മളുടെ മോഷനൊക്കെ കറക്റ്റ് ആകാനായിട്ടൊക്കെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഏത് സമയത്താണെങ്കിലും നിങ്ങൾ ഇതൊന്ന് കുടിച്ചാൽ മതി. നമ്മൾ അരിച്ചിട്ട് കുടിക്കുക കേട്ടോ. അടുത്തായിട്ട് ഞാൻ ഫേസ് പാക്കിന് എടുത്ത ബാക്കിയായ ഇലയുടെ അരച്ച ആ ഒരു ഇതില്ലേ, നമ്മൾ ഇത് അരക്കുമ്പോൾ കുറേ വെള്ളം ഇട്ടൊന്നും അടിക്കരുത് കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ച് എടുക്കുക. ഒട്ടും വെള്ളം ചേർത്തില്ലെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് അമ്മിയിലൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതുപോലെ കിട്ടും. പക്ഷേ ഇപ്പം നമ്മളൊന്നും അമ്മിയൊന്നും ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ മിക്സിയിൽ അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ചധികം നല്ല പോലെ ഇല ഇട്ടതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് നമ്മളുടെ തുണികളുണ്ടാവുന്ന ബാഡ് സ്മെല്ല് മാറ്റുവാനൊക്കെ വളരെ നല്ലതാണ്. നമ്മളുടെ ഫെവിക്കോളിൻ്റെ MR പശയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു തുണി മുക്കി കാണിച്ചു തരുന്നത് ഇതേ അളവ് തന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ തുണി കഴുകുമ്പോൾ ഇതേ അളവിൽ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ തുണികളും പെട്ടെന്ന് ഫെയ്ഡായി പോകുക, അതുപോലെ കളറ് നിലനിൽക്കാണ്ടിരിക്കുക, പെട്ടെന്ന് പിന്നി പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. തുണികളുടെ ഈട് കൂട്ടുവാനും അതുപോലെ പുതുമ നിലനിർത്തുവാനും ഒക്കെ ഈ ഒരു കംഫർട്ട്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കംഫർട്ട് എന്ന് പറയാം കേട്ടോ, അത് എഫക്റ്റീവാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ എല്ലാ തുണികളും ഒന്ന് മുക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തുണികളുടെ പഴയ ഒരു ലുക്കേ വരില്ല. നല്ല പുത്തനായിട്ട് എപ്പോഴും ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മളുടെ പശ കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മളുടെ പേരയിലയുടെ ചാറ് എടുത്തിട്ട് അതുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു മിശ്രിതം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത് നിങ്ങൾ വാഷിംഗ് മെഷീനിലാകുമ്പോൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ എങ്ങനെയാണോ കംഫോർട്ട് മുക്കുന്നത്, ഇത് ക്രീം കളർ ആയതുകൊണ്ടാണ് ഞാൻ മുക്കുന്നത്. കളർ ഡ്രസ്സുകൾക്കാണ് കൂടുതൽ വൈറ്റിൽ മുക്കരുത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മുക്കി നമ്മൾ വിരിക്കുകയാണെങ്കിൽ, ഒന്ന് ഡ്രൈ ഒന്നും ചെയ്യാതെ തന്നെ പിഴിഞ്ഞ് നമ്മൾ തുണികൾ വിരിക്കുകയാണെങ്കിൽ, പുതിയ ഡ്രസ്സുകൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുതുമ നഷ്ടപ്പെടാതെ നല്ല പുത്തനായിട്ടിരിക്കും. കോട്ടണിലൊക്കെ ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഇലകൾ ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു തണ്ട് ഭാഗമില്ലേ, ഈ ഒരു ഭാഗം നമ്മൾ എടുത്ത് കളയണം. കിളിന്ത ഇലയാണെങ്കിൽ കൂടി അതിൻ്റെ ആ ഒരു ഭാഗം എടുക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റുക. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. ആ ഒരു ചമ്മന്തിക്ക് ഈ ഒരു തണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കയ്പ്പ് ചുവ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാറ്റി കളയുന്നുണ്ട്. എന്നിട്ട് ഇലഭാഗം മാത്രം ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, കുറേ ഒന്നും ഒഴിക്കരുത്. ഇത് നമ്മളുടെ പേരയിൽ നമ്മൾ പുറമേ മാത്രമല്ല ഉള്ളിലേക്കും കഴിച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് കേട്ടോ. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പം ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഇഡ്ഡലി, ദോശ, പിന്നെ അപ്പത്തിനാണെങ്കിലും നമ്മൾ ചമ്മന്തി കൂട്ടി കഴിക്കാറുണ്ടല്ലോ. ഏതൊരു ഫുഡിന് നമ്മൾ ചമ്മന്തി കഴിച്ചാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈവൻ നമ്മളുടെ ചോറിനാണെങ്കിൽ കൂടി നമുക്കൊരു തൈരും ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിനും നല്ലതാണ് കേട്ടോ. ഒരു തൈര്, മുളകിട്ടതോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഈ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കാൻ വളരെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പ്രസവിച്ച് കിടക്കുന്നവർ ഇതുപോലുള്ള ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു ഇല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. നമ്മൾ ചമ്മന്തി അരക്കുന്നത് പോലെ തന്നെ നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പ്രസവിച്ച് കിടക്കുന്നവർ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. മുടി വളരുവാനും ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ഉപയോഗിക്കാം. നമ്മളുടെ കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ എത്രത്തോളം ആരോഗ്യത്തിന് നല്ലതാണെന്ന് അറിയാലോ. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ഇട്ട് കൊടുത്താൽ മതി. ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇത് അരച്ചെടുക്കുക. ഇത് നമുക്ക് താളിച്ച് അത്ര ഇഷ്ടമല്ല. ഇതിപ്പോൾ ദോശക്കായതുകൊണ്ട് ഇത്തിരി വാട്ടറി ആയിട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചോറിനാണെങ്കിൽ നമ്മൾ ചോറിന് അരക്കുന്ന ചമ്മന്തി പോലെ എടുക്കാവുന്നതാണ്. ഇതുപോലെ
വാട്ടറി ആയിട്ട് എടുക്കേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ താളിച്ചൊഴിക്കാം. നമുക്കിവിടെ താളിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് താളിക്കാത്തത്. അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തിയാണ്. തീർച്ചയായിട്ടും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ആരോഗ്യത്തിനും അത് നമ്മുടെ കൊളസ്ട്രോൾ കുറയുവാനും അത് നമ്മളുടെ ഷുഗർ കുറയുവാനും ഒക്കെ, സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂസിൽ പലതും കാണുന്നില്ല, അതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കുറച്ച് അധികം ഇലകൾ, നമ്മൾ ഒരുവിധം മൂത്ത ഇലകളാണെങ്കിൽ കൂടി കുഴപ്പമില്ല, അങ്ങനെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് വെള്ളം, 1-2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചിട്ട് നമ്മൾ ഒരു 1.5 ഗ്ലാസ് ആകുന്നവരെ നമ്മൾ നല്ലപോലെ വെട്ടി തിളപ്പിക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിത് ദിവസത്തിൽ 1 പ്രാവശ്യം കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും കൊളസ്ട്രോൾ കുറയുവാനും ഷുഗർ കുറയുവാനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വെള്ളമാണ്. നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ പേരയില തന്നെ ഇത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴല്ലേ അറിയാവുന്നത്. നമ്മൾ ചമ്മന്തിയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് പേരയില കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. അടുത്തായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ ഒരു നമ്മൾ ആ പേരയിലയുടെ തിളപ്പിച്ച വെള്ളം തന്നെയാണ് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു ചാറില്ലേ, അതിൻ്റെ ഇലയുടെ ചാറ്, ഈ ഒരു വെള്ളം കൊണ്ട് നിങ്ങൾ തല കുളിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളം കൊണ്ട് നിങ്ങളുടെ മുടി കഴുകുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുവാനും താരൻ മാറുവാൻ ബെസ്റ്റ് ഹോം റെമഡിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ കുറച്ച് ചാറ്, നമ്മൾ പേരയിലയുടെ ചാറ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾ അടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം നമ്മൾ എന്തൊരു കാര്യത്തിനും ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. തലമുടിയൊക്കെ നല്ല രീതിയിൽ വളരുവാനും അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലും കൂടെ കഴിക്കുമ്പം നല്ല പോലെ തന്നെ വ്യത്യാസം നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അതുപോലെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളം എടുത്തൊന്ന് കയ്യിലൊന്ന് റബ്ബ് ചെയ്താൽ മാത്രം മതി. സോപ്പിട്ടൊന്നും കഴുകേണ്ട കാര്യമില്ല. അത്ര ക്ലിയർ ആയിട്ട് സ്മെല്ല് പോയി കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഹറിബറിയിൽ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ചാളയൊക്കെ മുറിച്ചതിന് മണം പോവില്ലല്ലോ. അപ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടി ഈ ഒരു ചാറെടുത്തിട്ട് നമ്മൾ കയ്യിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് കേട്ടോ. സ്മെല്ലേ ഉണ്ടാവില്ല. ഇനി അടുത്തതായിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പേരയിലയുടെ ചാറ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്നതാണ് നിങ്ങൾ ഒഴിക്കേണ്ടത്. നിങ്ങൾക്ക് നാരങ്ങ നീര് പറ്റുമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓരോരുത്തർ സ്കിന്നിനനുസരിച്ച് നിങ്ങൾ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ദിവസവും ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം തിളങ്ങുന്ന ഒരു ഫേസായിട്ട് മാറും കേട്ടോ. നല്ല രീതിയിൽ ഫേസ് കഴുകിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ, നേരിയ തണുത്ത വെള്ളത്തിൽ മുഖം നല്ലതുപോലെ കഴുകിയിട്ട് ഇത് സ്പ്രേ ചെയ്ത് ഒന്ന് നല്ലതുപോലെ റബ്ബ് ചെയ്ത് മുഖത്ത് ഫുള്ള് പിടിപ്പിക്കുക. നമ്മളുടെ കരിവാളിപ്പ്, മുഖക്കുരു, അതുപോലെ തന്നെ കരിമംഗല്യം ഇവയൊക്കെ കുറയുവാനും മാറുവാനും ഒരു 2-3 ആഴ്ച ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുഖത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. നമ്മൾ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കലായിട്ടുള്ള ക്രീമുകൾ മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലെ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ഇതുപോലെ ഒരു ബോട്ടിലിൽ കുറച്ചധികം ചാറെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഇല ഉണക്കി പൊടിച്ച് വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം ഉപയോഗിച്ചാലും മതി. നമുക്ക് ഫ്രഷ് കിട്ടുമെങ്കിൽ ഇതാണ് അത്ര നല്ലത് കേട്ടോ. അതുപോലെ തലയോട്ടിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് ഈ ഒരു പേരയിലയുടെ വെള്ളം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. തലമുടി വളരുന്നത് നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെടും. അത്ര നല്ല രീതിയിൽ വളർന്നു കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. തലയോട്ടിൽ നല്ലതുപോലെ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഒരു മൺചട്ടിയിൽ വരെ നമുക്ക് മീൻ പൊരിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ അലൂമിനിയം ചട്ടി ആകട്ടെ, ഇരുമ്പിൻ്റെ ചട്ടി ആകട്ടെ, പിടിക്കുന്ന ഏതൊരു ചട്ടിയിൽ നമ്മൾ വാഴയില വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് മീനൊക്കെ വറുത്തെടുക്കാം. മീനെന്നല്ല, നമ്മളുടെ
ചിക്കൻ ആകട്ടെ എന്തും നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ. ഈ ഇല വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണോ പൊരിക്കാനുള്ളത് അത് വെച്ച് കൊടുക്കുക. ഒരു നുള്ള് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, അധികം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് മീൻ പൊരിക്കാട്ടെ. നമ്മൾ വാഴയിലയുടെ ടേസ്റ്റ് വളരെ നല്ലതാണെന്ന് പറയില്ലേ, അതിനേക്കാൾ ഒരു ടേസ്റ്റ് നമ്മൾ ഈ ഒരു പേരയില കൊണ്ട് നമ്മൾ മീൻ പൊരിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ നമ്മൾ അടി പിടിക്കുക എന്നുള്ള ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. വാഴയിലയിൽ എങ്ങനെയാണോ നമുക്ക് പൊരിച്ചെടുക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പേരയിലയിലും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു മൺചട്ടിയിൽ വരെ ഞാൻ മീൻ പൊരിച്ചെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നേരിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ എണ്ണയൊന്നും അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇതായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നേരിയ തീയിലിട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. നമുക്ക് മീൻ നമ്മൾ വാഴയിലയിലൊക്കെ പൊള്ളിക്കുന്നത് പോലെ തന്നെ ഈ ഇലയിലും നമുക്ക് പൊള്ളിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ മസാല തേക്കുമ്പോൾ ഒരു കഷ്ണം പേരയില ഇട്ട് അരച്ച് കഴിഞ്ഞാലും വളരെ ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. ഓരോ ടിപ്സും വളരെ നല്ല ടിപ്സുകളാണ്, നിങ്ങളുടെ ലൈഫിൽ ഉപയോഗപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ് പറഞ്ഞു തന്നേക്കുന്നത്. ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകണം. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് ആയിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.